ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രോ ഇല്ല, കാരണം ഇത് ഞാൻ വേറൊരു വീഡിയോയുടെ കൂടെ ഇടാമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആവുമെന്ന് വിചാരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേവുവിൻ്റെ ചേച്ചി നമ്മുടെ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് എവിടേക്കെങ്കിലും പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ 4 മണിക്കാറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കേട്ടോ. നമ്മൾ മൂന്നാളും കോഡ് സെറ്റാണ് ഇട്ടേക്കേണ്ടത്. അവർ ഓൾറെഡി കോഡ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ 2-3 കോഡ് സെറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഏകദേശം മാച്ചായി പോകുന്ന ഒരു കളർ നോക്കി ഞാൻ എടുത്തു. അങ്ങനെ നമ്മൾ മൂന്നാളും ഒരേപോലെ കോഡ് സെറ്റൊക്കെ ഇട്ടിട്ട് പോവുകയാണ്. ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 4 മണിക്കാറ്റ് കേട്ടോ. ചാവക്കാടുള്ള ഒരു സ്ഥലമാണ്. എന്താ പറയുക, ബോട്ടിങ്ങും കയാക്കിങ്ങും വഞ്ചിയിൽ പോകാനും അതുപോലെ തന്നെ അത്യാവശ്യം ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ്. ഈവനിങ് ഒക്കെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ഇവിടേക്ക് കയറാൻ എൻട്രി ടിക്കറ്റ് ഒരു 20-25 രൂപയുള്ളൂ. പിന്നെ ഇതിൽ ബോട്ടിങ്ങിന് കയറാനും അതുപോലെ തന്നെ കയാക്കിങ്ങിന് കയറാനും വഞ്ചിയിൽ കയറാനും കൊട്ടവഞ്ചിയിൽ കയറാനും ഒക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എനിക്കത് കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു 50 or 100 അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ ബോട്ടിങ്ങിനാണ് പോണത്, പെഡൽ ബോട്ടിങ്ങിന് കേട്ടോ. അപ്പോൾ ഇവിടെ ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. പിന്നെ ദേവു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനിവിടെയൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുത്തിട്ട് എനിക്ക് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ 3 യൂട്യൂബേഴ്സ് ആണല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് 3 ഫോണിലും 3 വ്ളോഗ് എടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ട് മാറി 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 വ്ളോഗ് എടുക്കുകയായിരുന്നു കേട്ടോ. ലോങ് വീഡിയോയ്ക്ക് ഇല്ല വ്ളോഗും ഷോർട്ട് വീഡിയോയ്ക്ക് ഇല്ല വ്ളോഗും, ഇങ്ങനെ നമ്മൾ മാറി മാറി എടുക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ബോട്ട് എത്താറായിട്ടുണ്ട്. ഓടിച്ച് വേറൊരു ടീം നമ്മുടെ ബോട്ട് ഇവിടേക്ക് കരയ്ക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ടൈം എടുത്തു. അപ്പോഴേക്കും നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി മാറി നിന്ന് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ ബോട്ടിൽ നമ്മൾ കയറിയത് കേട്ടോ. അങ്ങനെ ഞാനും ദേവുമാണ് ഫ്രണ്ടിലിരിക്കുന്നത്. ആദ്യമൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. അത് വെറും 5 മിനിറ്റേ നീണ്ടു നിന്നുള്ളൂ. എനിക്ക് അപ്പോഴേക്കും മുട്ടും കാലൊക്കെ നല്ലോണം വേദനിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേവു ഒപ്പത്തിന് അങ്ങോട്ട് ചവിട്ടുന്ന കാരണം പിന്നെ അത് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല വേദന വന്നു. കുറേ ഇന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ അതായിരിക്കാം. എന്തായാലും ദേവു കൂടുള്ള കാരണം പിന്നെ കുഴപ്പമില്ലാണ്ട് ഞാൻ അധികം പ്രഷർ കൊടുക്കാണ്ട് മെല്ലെയാണ് ചവിട്ട് ചെയ്ത്. പിന്നെ ചേച്ചി നമുക്ക് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ ബാക്കിൽ നിന്ന് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. കുറേ ഒന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ചേച്ചി നല്ലോണം ഫോട്ടോസ് വീഡിയോസ് എടുത്ത് തന്നിട്ടുണ്ടെന്ന് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിതാ ചവിട്ടി ഒരു വിധമായിട്ടുണ്ടായിരുന്നു. നമുക്ക് 20 മിനിറ്റാണ് തോന്നുന്നു നമുക്ക് തന്ന സമയം ബോട്ടിങ്ങിന്. ആ 20 മിനിറ്റിൽ നമ്മളൊരു 17 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് ബോട്ട് കരയ്ക്ക് എത്തിച്ചോട്ടെ. കാരണം കാല് നല്ല വേദനയാണ്. പിന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് വേറൊരു പ്ലേസിലേക്ക് കൂടി പോകാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ഞാനൊന്ന് കുറച്ച് ഇവിടെയൊക്കെ കാണിച്ചിട്ടേ ഞാൻ വിടുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ബോട്ടിൽ ഇരുന്നിട്ട് പിന്നെ കുറച്ച് നേരം ബോട്ടൊക്കെ നിർത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു. എന്നിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ബോട്ട് ചവിട്ടി ഒരു കരയ്ക്ക് എത്തിച്ചത് കേട്ടോ. ദിവസമായില്ല ഞാനിവരെ കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ ഒരു ഫോണിലൂടെ കണ്ട പരിചയം മാത്രമായിരുന്നു. ഇപ്പം നേരിട്ട് 2 ദിവസമായി കാണാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 പേരും ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. ഭയങ്കര സൈലൻ്റ് മീൻസ് എന്നെപ്പോലെ ഇത്ര അങ്ങോട്ട് സംസാരിക്കുന്നവരല്ല, പക്ഷെ എന്നാലും സംസാരിക്കും. പക്ഷെ ഭയങ്കര സൗണ്ട് ഇങ്ങനെ കുറച്ച് സംസാരിക്കുന്നവരാണ് കേട്ടോ. ഞങ്ങളവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര സൗണ്ട് എടുത്തിട്ട് ഞങ്ങളെല്ലാവരും സംസാരിക്കുക വീട്ടിലൊക്കെ. പക്ഷേ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അവരുടെ എന്താ പറയുക ചുണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ചെവി വെച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുക കേട്ടോ. എന്താ പറയണേ എനിക്ക്
അത്രയും സൗണ്ട് കുറഞ്ഞിട്ടാണ് ചില സമയത്ത് ദേവിൻ്റെ ചേച്ചിയൊക്കെ സംസാരിക്കുക കേട്ടോ. എനിക്ക് ഒട്ടും കേൾക്കാറില്ല. പക്ഷെ രണ്ടുപേരും ഭയങ്കര പാവമാണ്. എന്താ വീഡിയോയിൽ കാണുന്ന ആ ഒരു സംസാരമൊന്നും ദേവുനില്ല ശരിക്കും പറഞ്ഞാൽ. നേരിട്ട് കാണുമ്പോൾ ദേവ് നല്ല ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ചേച്ചി നല്ല നല്ല സൈലൻ്റ് ആണ്. ചേച്ചിക്ക് തോന്നുന്നു കുറച്ച് ഇൻട്രോവേർട്ടാണോ എന്നൊരു സംശയമുണ്ട്. ചില സമയത്ത് നല്ല രീതിക്ക് കോമഡി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇവൻ്റെ കൂടെയുള്ള 2 ദിവസം അടിച്ച് പൊളിച്ചു കേട്ടോ നമ്മൾ. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു കരിക്കും കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് മടങ്ങിയത് കേട്ടോ. ഇനി നമ്മൾ നേരെ പോണത് എവിടേക്കാണ്? ഗുരുവായൂർക്കാണ്. കാരണം കഴിഞ്ഞ ദിവസം നമുക്ക് ഗുരുവായൂർ എക്സിബിഷന് പോയിട്ട് നമ്മൾ ചമ്മി പോന്നു. സോ നമ്മൾ വീണ്ടും ഒന്ന് പോയി നോക്കുകയാണ്, തുറന്നിട്ടുണ്ടോ, റൈഡ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടോ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പോയി നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ രാവിലെ അധികം വീഡിയോസ് എടുത്തില്ല കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്നിട്ട്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ എല്ലാവരും വീഡിയോസ് എടുക്കുന്ന ഇവിടെ. അപ്പോൾ പിന്നെ ഞാനും കുറച്ച് ഒരൊറ്റ ക്ലിപ്പ് കൊണ്ട് ഞാൻ എടുത്തു കേട്ടോ. അതിനുശേഷം ദേവിൻ്റെ ചേച്ചി എന്നോട് പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഈ ഒരു 5 രൂപ കട അല്ലെങ്കിൽ അണ്ണാച്ചിക്കട എന്ന്. അപ്പം ഞാൻ നേരെ അവരെ അങ്ങോട്ട് കൊണ്ടുപോയി. ആദ്യം അതിനുള്ളിലേക്ക് നമ്മളെ കയറ്റില്ല, ഭയങ്കര തിരക്കാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാനിവിടെ സ്ഥിരം വരുന്നതാണല്ലോ, അപ്പോൾ എനിക്ക് വേറൊരു വഴിയും കൂടി അറിയായിരുന്നു. അപ്പോൾ അത് കൂടെ ഞാനിവരെ കയറ്റി. ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഷോപ്പ്. പിന്നെ ഇവിടെ നിന്ന് ആദ്യം ഇവർ ബാഗാണ് പർച്ചേസ് ചെയ്തത്. ബാഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള അതേ ബാഗ് തന്നെ ഇവർ പർച്ചേസ് ചെയ്തു. എൻ്റെ ബാഗ് കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഒരേപോലത്തെ ബാഗ് വാങ്ങിയിട്ട് 2 പേരും പ്ലസ് എൻ്റെ കയ്യിലെ ബാഗ്, മൊത്തം 3 ബാഗ് ഒരേപോലത്തെ. പിന്നെ ഇവർ കുപ്പിവളയാണ് കേട്ടോ വാങ്ങിയത്. കുറേ നല്ല നല്ല വെറൈറ്റി കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഈ മഞ്ഞ കളറൊന്നുമില്ല കേട്ടോ. ഇവിടെ മഞ്ഞ, ആഷ് അങ്ങനത്തെ കുറച്ച് നല്ല വെറൈറ്റി കുപ്പിവളകൾ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ എന്താ പറയുക, ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല, എല്ലാം കിട്ടും. ഞാൻ പറഞ്ഞ പോലെ 5 രൂപയുടെ കമ്മലൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പം അധികം ഇല്ല കേട്ടോ. 1-2 സെക്ഷനിലുള്ള കുറച്ച് കമ്മൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല വില ഉള്ള കമ്മലാണ്. കമ്പാരിറ്റീവ്ലി ഗുരുവായൂർ മറ്റു ഷോപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഷോപ്പിൽ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. നമ്മുടെ ഗുരുവായൂർ ഇപ്പോൾ പുതിയൊരു ബസ് സ്റ്റാൻഡ്, പുതിയതല്ല പഴയ ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു 5 രൂപ കട ഉള്ളത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മൾ നേരെ പോയത് നമ്മുടെ എക്സിബിഷൻ കാണാനാണ്. എക്സിബിഷൻ ദാ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. എല്ലാം എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വഞ്ചിയും യന്ത്രഊഞ്ഞാലും ഡ്രാഗണും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഡാൻസും മരണക്കിണറും എല്ലാം ഉണ്ടായിരുന്നു. കുറേ അറിയുന്ന ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫാമിലിയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഞാനിവരെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ ഞാനിവിടെ മെയിനായിട്ട് വരുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡാൻസിൽ കയറാനും അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ്. ഇപ്രാവശ്യം ബ്രേക്ക് ഡാൻസിൽ കയറിയില്ല, കാരണം കല്യാണമൊക്കെ അല്ലേ വരണേ, എന്തെങ്കിലും ഉണ്ടാവണ്ട വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിലൊന്നും കയറിയില്ല. പിന്നെ ഈ സാധനം എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ എൻ്റെ ലൈഫിലേക്ക് 1-2 വട്ടം കയറിയിട്ടുള്ളൂ. ഇനി കയറാൻ ഒരു ചാൻസ് ഇല്ല, എനിക്ക് അത്രയ്ക്കും പേടിയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കഴിക്കാനാണ് മെയിനായിട്ട് ഇങ്ങോട്ട് ഞാൻ വരുന്നത്. അപ്പം ഞാൻ ഫുഡ് ആദ്യം ഓർഡർ ചെയ്തത് കോളിഫ്ലവർ ആയിരുന്നു. അത് എൻ്റെ ഞാൻ ഷൂട്ട് ചെയ്തില്ല, അല്ലാതെ മിസ്സായിപ്പോയി. എൻ്റെ ഷൂട്ട് ചെയ്തിട്ടില്ല തോന്നുന്നു, ദേവുവിൻ്റെ ഫോണിലാണ് തോന്നുന്നത് അത് ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ മേടിച്ചത് ഈ ഒരു പൊട്ടാറ്റോൻ്റെ ഈ ഒരു സംഭവമാണ്. ഇതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഞാൻ പകുതി കഴിച്ചു. പകുതി ഞാൻ അവർക്ക് കൊടുത്തു കേട്ടോ. അവർ പിന്നെ അധികം ഫുഡൊന്നും കഴിക്കുന്ന ആളുകളല്ല എന്നെ പോലെ. ഞാനാണ് കുറച്ചും കൂടി ഫുഡി ആയിട്ടുള്ള ഒരാൾ കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. ഇനി നമുക്ക് റിട്ടേൺ പോകുമ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനുണ്ട്. കാരണം രാത്രിക്ക് മന്തി ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ദേവുവിന് മന്തി ഇഷ്ടമാണെന്ന് പറഞ്ഞു, ദേവുവിൻ്റെ ചേച്ചിക്കും. സോ മന്തി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദേവുവിനായിട്ടുള്ള ഇതൊരു ലാസ്റ്റ് വ്ലോഗായിരിക്കും. ഇനി എന്നാണ് ഞങ്ങൾ നേരിട്ട് കാണാമെന്ന് അറിയില്ല. എന്തായാലും സൂൺ കാണണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റട്ടെ. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വ്ലോഗ്. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.